ആൾമാറാട്ടം നടത്തി പാസ്പോർട്ട് നേടാൻ സഹായം നൽകിയ സിവിൽ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം തുമ്പ സ്റ്റേഷനിലെ അൻസിൽ അസീസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വ്യാജരേഖയുണ്ടാക്കി 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അൻസിലിനെയും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തേക്കും. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, എന്താണ് ഇദ്ദേഹത്തിനെതിരായ പരാതി? സൈഫുദ്ദീൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പാസ്പോർട്ട് വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ട് പാസ്പോർട്ട് നേടാനുള്ള ശ്രമം നടത്തിയ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ അന്വേഷണം നടത്തിയിടത്തു നിന്നുമാണ് ഇതിന് സഹായം ചെയ്ത് നൽകിയത് ഒരു പോലീസുകാരൻ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് അന്വേഷണ സംഘം എത്തിയത്. അത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അൻസിൽ അസീസ് ആണെന്ന് മനസ്സിലായി. അതായത് വ്യാജരേഖകൾ എടുക്കാൻ സഹായിക്കുകയും പോലീസ് വെരിഫിക്കേഷനിൽ ഇടപെട്ട് അത് പാസ്സാക്കാൻ സഹായിക്കുകയും ചെയ്തത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അൻസിൽ അസീസ് ആണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. തുമ്പ പോലീസ് സ്റ്റേഷനിലുള്ള 20ഓളം പാസ്പോർട്ട് അപേക്ഷകൾ പരിശോധിച്ചതിൽ 13 എണ്ണത്തിലും അൻസിൽ അസീസ് ഇടപെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് സ്റ്റേഷനുകളിൽ റൌഡി ലിസ്റ്റിൽപ്പെട്ട പ്രതികൾക്ക് പോലും പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാജ അഡ്രസ് ഉണ്ടാക്കുകയും വ്യാജ ഇലക്ഷൻ ID കാർഡ് നിർമ്മിക്കുകയും ചെയ്യുന്നതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകിയത് അൻസിൽ അസീസ് ആണെന്നും അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അൻസിൽ അസീസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ വ്യാജരേഖകൾ ഉണ്ടാക്കി പാസ്പോർട്ട് നേടാൻ ശ്രമിച്ച 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അൻസിൽ അസീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇയാൾ മുൻപ് ജോലി ചെയ്ത സ്റ്റേഷനുകളിലും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയത്തിലാണ് നിലവിൽ പോലീസ് നിൽക്കുന്നത്. ഇക്കാര്യം കൂടി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അൻസിൽ അസീസിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേരും എന്നുള്ളതാണ് കരുതുന്നത്. കൂടാതെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പാസ്പോർട്ടുകൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ, വ്യാജരേഖകൾ നിർമ്മിച്ച് എന്നുള്ള അന്വേഷണവും നിലവിൽ നടക്കുന്നുണ്ട്. സൈഫുദ്ദീൻ.